ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആസ്ട്രോഡിങ് ശിവ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു സബ്ജക്റ്റാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് പ്രേതബാധയുണ്ട്, അല്ലെങ്കിൽ പ്രേതത്തിൻ്റെ ഉപദ്രവമുള്ള സ്ഥലമാണ്, ബാധാദോഷമുണ്ട്. ജ്യോതിഷന്മാരൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിവുണ്ടാവും. ബാധാദോഷമുണ്ട്, നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ എന്താ പറയുക, ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. യക്ഷികളൊക്കെ വെളുത്ത സാരി കൊടുത്ത് പ്രേതങ്ങൾ വരുന്നതും, അതുപോലെ ഭീകരമായ വികൃതമായ രൂപങ്ങളിലുള്ള പ്രേതങ്ങളെയും പേടിപ്പെടുത്തുന്ന പ്രേതങ്ങളെയൊക്കെ നമ്മൾ പല രീതിയിലും കണ്ടിട്ട് ചാനലുകളിലും സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ആർക്കും ഇതൊരു ജീവിതത്തിൽ ഒരു അനുഭവം വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ജീവിതത്തിൽ ഇത് ശരിക്കും പ്രായോഗിക തലത്തിൽ ഇതൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഈ സബ്ജക്റ്റ്, ഈ വിഷയത്തിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ അറിവുണ്ടാവാം ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള 1-2 കാരണങ്ങൾ, ഈ ഇടയായിട്ട് 1-2 വീടുകൾ സന്ദർശിക്കാനിടയായി. അപ്പോൾ ആ വീടുകളിൽ ഉണ്ടായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന 1-2 ആൾക്കാരുടെ അനുഭവങ്ങൾ, അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് അപ്പോൾ എനിക്ക് പറയണം തോന്നി. ഇങ്ങനെ ഒരു കാര്യം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒറ്റ വീഡിയോയിൽ ഇത് തീരില്ല. കാര്യം ഇത് കുറച്ച് വളരെ എന്താ പറയുക, ആഴത്തിലോട്ട് ഇറങ്ങി ചെല്ലേണ്ട ഒരു സബ്ജക്റ്റാണ്. എല്ലാം ഒറ്റ വീഡിയോയിലൂടെ തീർത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പാർട്ടായിട്ട് ഞാൻ വീഡിയോസ് ഇടാം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയാനും, ഈ ആത്മാവെന്താണ്, ബാധാദോഷം എന്താണ്, പ്രേതബാധ അല്ലെങ്കിൽ സൈക്കിക് പ്രോബ്ലംസ് ഒക്കെ എന്താണ് എന്ന് അറിയുന്നതിന് താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടുക. കൂടുതൽ വിവരങ്ങൾ അടുത്ത 2 വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഒറ്റ വീഡിയോയിൽ തീരാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൽ എങ്ങനെ, എന്താണ്, ഏതൊക്കെ മേഖലകളിലാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾ പല ജ്യോത്സ്യന്മാരുടെ അടുത്തുനിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ബാധാപുദ്രവമുണ്ട്, ഗുളികൻ്റെ ബന്ധമുണ്ട്, ഇപ്പോൾ പ്രേതബാധയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഉള്ളതാണോ, അല്ലെങ്കിൽ ഇത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കണമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വീഡിയോയിലൂടെ പുറകെ വരുന്നു. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാത്തിരിക്കുക. ചെറിയ റെമഡീസും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.